പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ EVM എങ്ങനെ കമ്മീഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കറിയാം EVM കമ്മീഷനിങ്ങിന് എന്തെല്ലാം ആവശ്യമാണ് എന്നുള്ളത്. പ്രധാനമായും നമ്മൾ റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് നമ്മുടെ EVM കമ്മീഷനിങ് നടത്തുന്നത്. റിട്ടേണിംഗ് ഓഫീസറാണ് നമുക്ക് ആവശ്യമായ ബാലറ്റ് പേപ്പർ തരുന്നത്, പിങ്ക് പേപ്പർ സീലെല്ലാം ഒപ്പിട്ട് തരുന്നത്. റിട്ടേണിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പറിന്റെ പുറകിൽ ഒപ്പിട്ട് സീൽ ചെയ്താണ് തരുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ബാലറ്റ് പേപ്പറിൽ ഈ പറയുന്ന സീലും റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പും ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ത്രിതല പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പായതിനാൽ നമുക്ക് 3 ബാലറ്റ് പേപ്പറാണ് വരുന്നത്. പഞ്ചായത്തിലേക്ക് വെള്ള, ബ്ലോക്കിലേക്ക് പിങ്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് നീല എന്നിങ്ങനെ 3 ബാലറ്റ് പേപ്പറുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിൽ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പും സീലും നിർബന്ധമായിട്ടും വേണ്ടതാണ്. നമുക്ക് മെഷീൻ സീലിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ: നമ്മുടെ ബാറ്ററി ആവശ്യമാണ്, നമ്മുടെ കൺട്രോൾ യൂണിറ്റിലും ബാലറ്റ് യൂണിറ്റിലും വരുന്ന അഡ്രസ് ടാഗുകൾ നമുക്ക് ആവശ്യമാണ്, നമുക്ക് സീൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അരക്ക്, നമ്മുടെ കത്രിക, നൂല്, പിങ്ക് പേപ്പർ സീല്, മെഴുകുതിരി എന്നിവയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾക്ക് തരുന്ന കൺട്രോൾ യൂണിറ്റ്, ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റുകളുമാണ് നമുക്ക് ഒരു പോളിങ്ങിന് ആവശ്യമായിട്ട് വരുന്നത്. ഇതിലെ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കൊല്ലങ്കോട് ബ്ലോക്കിന്റെ ബൂത്ത് പഞ്ചായത്ത് 69ാമത്തെ പഞ്ചായത്തിലെ 12ാം വാർഡിലെ 1ാം പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള EVM സെറ്റിംഗ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ആദ്യം കൺട്രോൾ യൂണിറ്റ് ഓപ്പൺ ചെയ്ത് കൺട്രോൾ യൂണിറ്റിൽ ബാറ്ററി നമ്മൾ പ്ലേസ് ചെയ്യുന്നു. നമ്മൾക്ക് കിട്ടിയ കൺട്രോൾ യൂണിറ്റിൽ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, നമ്മുടെ പിങ്ക് പേപ്പർ സീൽ അത് നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ ഉണ്ടോ എന്നും, പിങ്ക് പേപ്പർ സീലിൽ FLC ചെയ്ത സമയത്തെ ഉദ്യോഗസ്ഥന്റെ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് നമ്മുടെ മെഷീനിലുണ്ട്. അടുത്തായി നമ്മൾ ബാറ്ററി ഇടുകയാണ്. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ മെഷീൻ ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൺട്രോൾ യൂണിറ്റിന്റെ പുറകിലുള്ള ബട്ടൺ ഓൺ ചെയ്ത്, മുകളിലേക്കാണ് ഓൺ പൊസിഷൻ. ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡിസ്പ്ലേ വരും, SEC കേരള. ക്ലോക്ക് എറർ എന്ന് കാണുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല, ക്ലോക്ക് എറർ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ ത്രിതല പഞ്ചായത്തിലേക്ക് 3 പോസ്റ്റൽ ബാലറ്റ് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പോസ്റ്റ് 1, 2, 3 എന്നിങ്ങനെയാണ് പോകുന്നത്. നമ്മളുടെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആദ്യത്തെ ബാലറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റ് ആണ്. ബാലറ്റ് യൂണിറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് 2 ലാച്ച് ഉണ്ട്. അത് രണ്ടും ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് തുറന്നു കഴിഞ്ഞാൽ കവറ് തുറന്നു വരും. അതിൽ നമുക്ക് സ്ലൈഡിംഗ് സ്വിച്ച് 1-ൽ നിർത്തണം. പഞ്ചായത്തിന്റെ സ്ലൈഡിംഗ് സ്വിച്ച് നമ്മൾ 1-ലാണ് നിർത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ലൈഡിംഗ് സ്വിച്ച് നമ്മൾ നിർത്തേണ്ടത് 1, 2 എന്ന പൊസിഷനിലാണ് ബ്ലോക്കിന്റെ നിർത്തേണ്ടത്. ജില്ലാ പഞ്ചായത്തിൻ്റെത് ഷിഫ്റ്റ് 1, 2, 3-ലാണ് നമ്മൾ നിർത്തേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 ഷിഫ്റ്റും കറക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ EVM കമ്മീഷനിങ് ശരിയാവാതെ വരും. നമ്മൾ തുടങ്ങാൻ പോവാണ്. ബാലറ്റ് ലേബൽ വെക്കുന്നതിന് ആ വെള്ള ചെറിയ പിന്നുണ്ട്, അത് പ്രസ് ചെയ്ത് താഴേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി കിട്ടും. അതിൽ നമ്മൾ ബാലറ്റ് ലേബൽ വെക്കുന്നു. പുറകുവശത്ത് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ ഒപ്പും സീലും വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി നമ്മൾ പേപ്പർ വെക്കുന്നു. കൃത്യമായിട്ട് ലൈനിന് പാരലായിട്ട് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നു. നമ്മളുടെ ലിഡ് നമ്മൾ അടയ്ക്കുന്നു. നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിൻ്റെതാണ്. ബ്ലോക്കിൻ്റെ പിങ്ക് ആണ് കളറ്, പിങ്ക് സീല്
ബാലറ്റ് ലേബൽ നമ്മൾ കൃത്യമായിട്ട് വെച്ചു. നമ്മുടെ ലിഡ് ക്ലോസ് ചെയ്തു. നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് ലേബലും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. എത്ര സ്ഥാനാർത്ഥികളാണ് ഓരോ ബാലറ്റിലും ഉള്ളത് എന്നതിനനുസരിച്ച് നമ്മുടെ സ്വിച്ചുകൾ, ബാലറ്റിന്റെ സ്വിച്ചുകൾ അൺമാസ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ 5 സ്ഥാനാർത്ഥികളാണുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ എൻഡ് ബട്ടണും തുറന്നു വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് നമ്മുടെ സ്വിച്ചുകൾ അൺമാസ്ക് ചെയ്തു. നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെത് സ്ഥാനാർത്ഥികളുടെ മാത്രം പോരാ, ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥികളുടെ മാത്രം പോരാ, നമ്മൾ EVM കമ്മീഷനിങ്ങിൽ കോഡ് അടിക്കാൻ ഉപയോഗിക്കുന്ന ബാലറ്റ് യൂണിറ്റ് കൂടെ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ബട്ടണും തുറന്നു വെക്കണം. 15ാമത്തെ ബട്ടണും നമ്മൾ കമ്മീഷൻ സമയത്ത് ഇതിന്റെ എൻഡ് ബട്ടണും ഓപ്പൺ ചെയ്താണ് വെക്കാറുള്ളത്. നമ്മൾ ബാലറ്റ് യൂണിറ്റുകൾ കൺട്രോൾ യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കണക്ഷൻ സ്വിച്ചിൽ ഒരു കറുപ്പ് കളറും ചുവപ്പ് കളറുമുള്ള സ്വിച്ച് ഉണ്ട്. ഒരു കാരണവശാലും കണക്ഷൻ നൽകുമ്പോൾ ഈ സ്വിച്ചുകളിൽ പിടിക്കരുത്, ആ ലാച്ചസിൽ പിടിക്കരുത്. താഴത്തുള്ള വയറിൽ പിടിച്ചു വേണം നമ്മുടെ അടുത്ത ബാലറ്റ് യൂണിറ്റിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ക്ലിക്ക് സൗണ്ട് വരും. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിൽ നിന്നും കൺട്രോൾ യൂണിറ്റിലേക്കാണ് നൽകുന്നത് കണക്ഷൻ. നമ്മൾ കാൻഡിഡേറ്റ് സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കാൻഡിഡേറ്റ് സെറ്റിങ്ങിന്റെ തുറക്കുന്നതിന് മുൻപ് അവിടെ നമ്മളൊരു സീലിംഗ് ഉണ്ടാവും. ആ സീലിംഗ് ആ സമയത്താണ് നമ്മൾ പൊട്ടിച്ച് കാൻഡിഡേറ്റ് സെറ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്തു. കാൻഡിഡേറ്റ് സെറ്റിങ്ങിന്റെ ഡോറിനകത്ത് 2 സാധനം കാണാം. ഒന്ന് കാൻഡിഡേറ്റ് സെറ്റ്, രണ്ടാമത്തേത് DMM ഡിറ്റാച്ചബിൾ മെമ്മറി മൊഡ്യൂള്. അതിന്റെ നമ്പർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ് സെറ്റാണ് അടുത്തത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിൽ നമ്മളിവിടെ 10 ബട്ടൺ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാൻഡിഡേറ്റിന്റെ എണ്ണം 4 ഉള്ളൂ, പക്ഷെ നമ്മൾ 10 ബട്ടൺ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾക്ക് കോഡിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ കോഡിങ്ങിന് 1 മുതൽ 10 വരെയുള്ള നമ്പറുകൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് 1 മുതൽ 9 വരെയുള്ളത് അക്കങ്ങളായും 10ാമത്തേത് 0 എന്നുള്ളത് 10ാമത്തെ ബട്ടണും 15ാമത്തെ ബട്ടൺ ബാക്ക് സ്പേസ് ആയും എൻ്ററായി എൻഡ് ബട്ടണും നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ കമ്മീഷനിങ്ങിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ എറർ എന്ന് കാണിക്കുകയോ ഇൻവാലിഡ് എന്ന് കാണിക്കുകയോ ചെയ്താൽ നമ്മുടെ ക്ലോസ് ബട്ടൺ നമ്മളുടെ ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മുടെ താഴത്തെ കമ്പാർട്ട്മെന്റിലെ ക്ലിയർ ബട്ടൺ ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ഇൻവാലിഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ CRC പ്രോസസ്സിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടി വരും. CRC കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാൻഡിഡേറ്റ് സെറ്റിംഗ് ചെയ്യും. ഒരു വോട്ടും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് കാൻഡിഡേറ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നത്.
നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ മിഷനിൽ 12 ഡിജിറ്റുള്ള കോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ എണ്ണം 3 ഗ്രാമപഞ്ചായത്തിന്റെ നമ്പർ 1, ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമ്പർ 2, ജില്ലാ പഞ്ചായത്തിന്റെ നമ്പർ 3. കോഡിംഗ് അടിക്കുമ്പോൾ 12 ഡിജിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മൾ ഏത് ലോക്കൽ ബോഡി, പഞ്ചായത്താണോ ബ്ലോക്കാണോ ജില്ലയാണോ, ലോക്കൽ ബോഡി നമ്പറാണ് ആദ്യം അടിക്കുന്നത്. രണ്ടാമത്തേത് നമ്മൾ ജില്ലാ കോഡാണ് അടിക്കുന്നത്. 3 നമ്മൾ ഡിവിഷൻ നമ്പറാണ് അടിക്കുന്നത്. പിന്നെ പഞ്ചായത്തിന് 3 ഡിജിറ്റിലാണ് പഞ്ചായത്തിന്റെ കോഡ് അടിച്ചു കൊടുക്കുന്നത്. അടുത്തത് വാർഡിന്റെ കോഡാണ്. വാർഡിന്റെ കോഡ് 2 ഡിജിറ്റാണ് അടിക്കുന്നത്. പോളിംഗ് ബൂത്ത് ഒറ്റ ഡിജിറ്റാണ് അടിക്കുന്നത്. മൊത്തം 12 ഡിജിറ്റ് അടിച്ച് എൻ്റർ കൊടുത്താലേ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ പറ്റൂ. നമ്പർ ഓഫ് പോസ്റ്റ് ആണ് ആദ്യം ചോദിക്കുന്നത്. നമുക്ക് ത്രിതലമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ അടിക്കുന്നത് 3 എന്ന നമ്പറാണ്. ഇപ്പോൾ നമ്മളോട് ചോദ്യം വരും, ഒന്നാമത്തെ പോസ്റ്റ് അതായത് ഗ്രാമപഞ്ചായത്തിൻ്റെത് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആദ്യം നമ്മൾ അടിക്കുക ലോക്കൽ ബോഡി നമ്പറാണ് 1. അടുത്തത് ജില്ലയുടെ കോഡാണ് 3 ഡിജിറ്റ് 009. പഞ്ചായത്തിന് നമുക്ക് ഡിവിഷൻ ഇല്ലാത്തതുകൊണ്ട് 00 എന്നാണ് അടിക്കുക. അടുത്തത് നമ്മൾ 69 പഞ്ചായത്ത് നമ്പർ 69ൻ്റെതാണ് സെറ്റ് ചെയ്യുന്നത്. പെരുവമ്പ് പഞ്ചായത്താണ്. 069 എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ കോഡ്. നമ്മൾ 12ാമത്തെ വാർഡിൻ്റെതാണ് സെറ്റ് ചെയ്യുന്നത്. 12 ആണ് നമ്മുടെ വാർഡ്, 2 ഡിജിറ്റ്. അവസാനം പോളിംഗ് ബൂത്ത്, ഒന്നാമത്തെ പോളിംഗ് ബൂത്താണ്, അതിൻ്റെയാണ് അടിക്കുന്നത് 1. 12 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാലറ്റ് യൂണിറ്റിന്റെ എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ചോദ്യം വരുന്നു, ഫസ്റ്റ് കാൻഡിഡേറ്റ് പഞ്ചായത്തിന്റെ ആദ്യത്തെ കാൻഡിഡേറ്റ് ആണ്. ആദ്യത്തെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ചോദ്യം വരുന്നു, ലാസ്റ്റ് കാൻഡിഡേറ്റ് പഞ്ചായത്തിന്റെ അവസാനത്തെ കാൻഡിഡേറ്റിനെയാണ്. അവസാനത്തെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. കാൻഡിഡേറ്റിന്റെ ബട്ടൺ ആണ് ഇവിടെ പ്രസ് ചെയ്യുന്നത്. 4 കാൻഡിഡേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റിലെ സെറ്റിംഗ് കഴിഞ്ഞു. നമ്മൾ അടുത്തത് ബ്ലോക്കിൻ്റെതാണ് പോകുന്നത്. പോസ്റ്റ് 2 എന്ന് ചോദിക്കും. ബ്ലോക്കിന്റെ നമ്പർ നമുക്ക് 2. നമ്മൾ പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റ് തന്നെയാണ് കീപാഡായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ ബ്ലോക്കിന്റെ കോഡ് അടിച്ചു 2. ഇവിടെ നമ്മൾ ബ്ലോക്കിന് നമ്പർ ഉണ്ട് 101 101 3 ഡിജിറ്റ് ആണ്. ബ്ലോക്കിന് ഡിവിഷൻ ഉണ്ട്. ഇവിടെ ബ്ലോക്ക് ഡിവിഷൻ 2. നമ്മുടെ വാർഡ്, നമ്മുടെ പഞ്ചായത്ത് 69 തന്നെയാണ്. 3 ഡിജിറ്റ് ആണ് 069. ഏതെങ്കിലും കാരണവശാൽ നമ്പർ അടിച്ചത് തെറ്റിപ്പോയാൽ ടെൻഷൻ വേണ്ട, ബാക്ക് സ്പേസ് കൊടുത്ത് വീണ്ടും നമുക്ക് അടിക്കാവുന്നതാണ്. 69. അടുത്തത് വാർഡ് 12 ആണ്. 13 എന്ന് അടിച്ചുപോയി, കുഴപ്പമില്ല. നമ്മുടെ ബാക്ക് സ്പേസ് കൊടുത്ത് ഇവിടെ കറക്റ്റ് ചെയ്ത് 12 എന്നുള്ളത് അടിക്കാവുന്നതാണ്. പോളിംഗ് ബൂത്ത് 1 തന്നെയാണ് 1. അടുത്തത് നമ്മൾ പഞ്ചായത്തിന്റെ എൻ്റർ ബട്ടൺ കൊടുത്തു. അടുത്ത ചോദ്യം, രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പോസ്റ്റിലെ ഫസ്റ്റ് കാൻഡിഡേറ്റ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലോക്കിന്റെ ബാലറ്റ് യൂണിറ്റ് ആണ് കൊടുക്കുന്നത്. അവിടുത്തെ ആദ്യത്തെ കാൻഡിഡേറ്റ് കൊടുത്തു. അടുത്തത് ബ്ലോക്കിന്റെ ലാസ്റ്റ് കാൻഡിഡേറ്റ് ആണ് ചോദ്യം വരുന്നത്. അവസാനത്തെ കാൻഡിഡേറ്റിന്റെ നേരെയുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ബ്ലോക്കിലെ 9 കാൻഡിഡേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ് ജില്ലാ പഞ്ചായത്തിന്റെ കോഡാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം, കോഡ് സെറ്റ് ചെയ്യാൻ ആദ്യത്തെ മിഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ പോസ്റ്റ് 3 ആണ്. ജില്ലയുടെ കോഡ് 3 ആണ്. 3 അടിച്ചു. ജില്ലാ കോഡ്
009. അടുത്തത് ജില്ലയുടെ ഡിവിഷനാണ് 1, 8, 18. അടുത്ത വാർഡ് 69 ആണ്. 3 ഡിജിറ്റ് 0, 6, 9. 12ാമത്തെ വാർഡാണ്. 1ാമത്തെ പോളിംഗ് ബൂത്താണ്. 3ാമത്തെ പോസ്റ്റിലെ അടുത്ത ചോദ്യം വരുന്നത് കാൻഡിഡേറ്റിന്റെ ഫസ്റ്റ് കാൻഡിഡേറ്റ്. നമ്മൾ ജില്ലയുടെ ബാലറ്റ് യൂണിറ്റ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ കാൻഡിഡേറ്റ് അടിച്ചു. ലാസ്റ്റ് കാൻഡിഡേറ്റ് ആണ് ചോദ്യം. ലാസ്റ്റ് കാൻഡിഡേറ്റും അടിച്ചു. 5 കാൻഡിഡേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു പോളിംഗ് ബൂത്തിലേക്കുള്ള 3 ബാലറ്റ് യൂണിറ്റും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ കൺട്രോൾ യൂണിറ്റിൽ. ഇത്രയും പരിപാടി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കാൻഡിഡേറ്റുകൾ എത്രയുണ്ടോ ആ ബട്ടൺ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ മാസ്ക് ചെയ്യണം. കാൻഡിഡേറ്റിന്റെ എണ്ണം മാത്രമേ തുറന്നു വയ്ക്കാവൂ. എൻഡ് ബട്ടണും കൂടി ക്ലോസ് ചെയ്യണം. ജില്ലാ പഞ്ചായത്തിന്റെ എൻഡ് ബട്ടൺ മാത്രമേ EVM കമ്മീഷനിങ് കഴിയുമ്പോൾ തുറന്നു വയ്ക്കാവൂ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ യൂണിറ്റ് നമ്മൾ ഓഫ് ചെയ്യുന്നു. നമ്മുടെ സീലിംഗ് പ്രോസസ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് ബാലറ്റ് യൂണിറ്റ് എങ്ങനെ സീൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ സീൽ ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് വെച്ചിരിക്കുന്ന കേസാണ് നമ്മൾ ആദ്യം സീൽ ചെയ്യുന്നത്. താഴത്തെ ലാച്ചിലൂടെ നൂല് കടത്തി ഏറ്റവും മുകളിലും ഒരു ചെറിയ ഹോളുണ്ട്. നമ്മുടെ നൂല് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഒരു അഡ്രസ് ടാഗ് കോർക്കുന്നുണ്ട്. ഈ അഡ്രസ് ടാഗിൽ ആ പോളിംഗ് ബൂത്തിലേക്കുള്ള പോളിംഗ് ബൂത്ത് ഏതാണെന്നുള്ളതും പോളിംഗ് ബൂത്തിന്റെ നമ്പറും നമ്മൾ എഴുതി ആ അഡ്രസ് ടാഗിന്റെ സൈഡിൽ ഒരു ചെറിയ ഹോളുണ്ട്. അതിനകത്തുകൂടി കോർത്ത് ഒന്ന് ചെറുതായിട്ട് അഡ്രസ് ടാഗ് കെട്ടി നമ്മൾ അത് കെട്ടി ആ കെട്ടും കൂടെ ചേർത്താണ് നമ്മൾ സീൽ ചെയ്യുന്നത്. ചെറിയൊരു കാർഡ്ബോർഡിന്റെ കഷ്ണം അടിയിൽ വെച്ച് ഉരുക്കി നമ്മൾ അതിന്റെ മുകളിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ കേസ് കൃത്യമായിട്ട് ആ അഡ്രസ് ടാഗ് ആ ഗ്യാപ്പിനുള്ളിലേക്ക് വെച്ച് സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ കേസ് അടയ്ക്കുകയാണ്. ഷിഫ്റ്റ് കീ 3-ൽ തന്നെയാണ് എന്ന് നമ്മൾ ഒന്നും കൂടി ഉറപ്പുവരുത്തുന്നു. അടച്ചു കഴിഞ്ഞാൽ ഇതേ പ്രോസസ്സ് തന്നെയാണ് ബാലറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതും ഗ്രാമപഞ്ചായത്തിൻ്റെയും ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ബാലറ്റ് യൂണിറ്റിന്റെ 2 ഏറ്റവും മുകളിലും ഏറ്റവും താഴത്തും നമ്മൾ ചെറിയ ഹോളിൽ നൂലിട്ട് കെട്ടി അഡ്രസ് ടാഗ് വെച്ച് സീൽ ചെയ്യാനുണ്ട്. നമ്മുടെ പിങ്ക് പേപ്പർ സീലിൽ ROയുടെ ഒപ്പ് റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ട പിങ്ക് പേപ്പർ സീലാണ് നമ്മൾ ബാലറ്റ് യൂണിറ്റിന്റെ താഴത്ത് ഒട്ടിക്കുന്നത്. ഈ അഡ്രസ് ടാഗിലും നമ്മൾ പോളിംഗ് സ്റ്റേഷന്റെ പേര് നമ്മൾ എഴുതുന്നു. അഡ്രസ് ടാഗ് കെട്ടി സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വയ്ക്കും. അത് കഴിഞ്ഞാൽ നമ്മളുടെ പിങ്ക് പേപ്പർ സീല് ഒട്ടിക്കുകയാണ്. പിങ്ക് പേപ്പർ സീല് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ നമ്പർ നമ്മൾ നോട്ട് ചെയ്യുന്നു. നമ്മുടെ ഏജന്റ് ഉണ്ടെങ്കിൽ ഏജന്റിനെ കൊണ്ട് അതിൽ ഒപ്പിടിപ്പിക്കുന്നു. ഏറ്റവും താഴെ വശത്തു കൂടി നമ്മൾ അതിനെ ഒട്ടിക്കുന്നു ബാലറ്റ് യൂണിറ്റിൽ. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും സീലിങ്ങിന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൺട്രോൾ യൂണിറ്റിന്റെ കാൻഡിഡേറ്റ് ഡോറ് ക്ലോസ് ചെയ്യാണ്. അതിൽ ആ ചെറിയ ഇതിനകത്തൂടെ നൂലിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടിയാൽ മതി. ആ ഡോറ് നമ്മൾ ചെറുതായിട്ടൊന്ന് കെട്ടുന്നു. ഈ പ്രോസസ്സിന്റെ സമയത്ത് നമ്മളുടെ
സൗകര്യാർത്ഥം നമ്മൾ ബാറ്ററി ഒന്ന് അഴിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ബാറ്ററി ആ കേസിനകത്ത് വെക്കുന്നു. നമ്മുടെ ബാറ്ററിയും കാൻഡിഡേറ്റ് സെറ്റും അടങ്ങുന്ന കമ്പാർട്ട്മെന്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ആ കമ്പാർട്ട്മെന്റിന്റെ ഇതിൽ നമ്മൾ കൺട്രോൾ യൂണിറ്റിന്റെ അഡ്രസ് ടാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൺട്രോൾ യൂണിറ്റിന്റെ അഡ്രസ് ടാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്തൂടി നൂല് കടത്തിയതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ ആദ്യം ഒരു ചെറിയ നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അഡ്രസ് ടാഗിൽ പോളിംഗ് ബൂത്തിന്റെ നമ്പറും പേരും എഴുതിയതിന് ശേഷം അഡ്രസ് ടാഗ് കെട്ടിയതിന് ശേഷം അഡ്രസ് ടാഗിനെ നമ്മുടെ കൺട്രോൾ യൂണിറ്റിന്റെ താഴെ വശത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. സീല് അടിക്കുന്നു. നമ്മൾ കൺട്രോൾ യൂണിറ്റിന്റെ പുറകിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നു. ഇതോടുകൂടി ഒരു പോളിംഗ് ബൂത്തിലേക്കുള്ള കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും റെഡി ആയി കഴിഞ്ഞു. ഇനി അതാത് ബോക്സുകളിൽ അതിന്റെ കൺട്രോൾ യൂണിറ്റിന്റെയും ബാലറ്റ് യൂണിറ്റിന്റെയും അതാത് ബോക്സുകളിൽ നമ്മൾ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും എടുത്തു വയ്ക്കുന്നു. ആ ഒരു കേസിന്റെ നമ്മുടെ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും അടങ്ങുന്ന കേസിന്റെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രം അഡ്രസ് ടാഗ് വെച്ച് നമ്മൾ കെട്ടുന്നു. നമ്മുടെ ബാലറ്റ് യൂണിറ്റിന്റെ ഏറ്റവും താഴെ വശത്തും ഏറ്റവും മുകളിലും നമുക്ക് 2 അഡ്രസ് ടാഗുകളാണ് വരുന്നത്. ഇത് രണ്ടും പുറകുവശത്തേക്ക് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടാവും. അതാത് കേസുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിംഗ് ബൂത്തിന്റെ EVM കമ്മീഷനിങ് ആണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്.